ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ബോക്സ് മോഡലിനെ കുറിച്ചായിരുന്നു നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ വെബ് പേജ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഹൗ ടു സെറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്? ഫോർ ദാറ്റ് നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ പ്രൊജക്റ്റ് ഫോൾഡറിലോട്ടേക്ക് പോകണം. ബിക്കോസ് വി നീഡ് ആൻ ഇമേജ്. നമ്മൾ HTML ഇമേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കോപ്പി ചെയ്ത് നമ്മുടെ CSS ഫോൾഡറിലോട്ടേക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നൗ നമുക്ക് കോഡിങ് ചെയ്യാം. സോ ഞാനിവിടെ background.html എന്ന് പറഞ്ഞ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിലോട്ടേക്ക് ബാക്ക്ഗ്രൗണ്ട് ഔട്ട്ലൈൻസിലെ കണ്ടൻസ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്കിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് ആവശ്യം. മീൻസ് ഫോർ എ div. ഇവിടെ നമുക്ക് 3 ഡിവിഷനുണ്ട്. സോ ഫസ്റ്റ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഡിവിഷന് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അപ്ലൈ ചെയ്യാണ്. സോ ഓൾറെഡി നമ്മൾ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഇനി വേണ്ട, നമ്മളത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇത് ഞാൻ ഒഴിവാക്കി. സോ ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഓക്കെ, നമ്മൾ മുന്നേ നമ്മുടെ വെബ് പേജിൽ HTML കേസിൽ URL കൊടുത്ത് അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞ് കൊടുത്ത സെയിം ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. URL ഇമേജസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, റിഫ്രഷ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഫസ്റ്റ് ടിപ്പിൽ നമ്മൾ ഫേസ്ബുക്ക് ടിപ്പിനാണ് ഇത് അപ്ലൈ ചെയ്തത്. ആ ഫേസ്ബുക്ക് ടിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജായിട്ട് ഇത് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ വിചാരിച്ച രീതിയിലാണോ ഇനി ഈ പിക്ക് ഇവിടെ വന്നത് എന്നതാണ്. സോ വി നീഡ് ടു സെറ്റ് ഡയമെൻഷൻ ഫോർ ദാറ്റ്. ഇതിപ്പോൾ ഒരു കേസ്, ഇനി നമ്മുടെ ഇമേജ് മുന്നേ വന്നതുപോലെ സ്കെയിൽ ചെയ്യാത്തൊരു പ്രോബ്ലം വരാം. സോ അതിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വി നീഡ് ടു സ്കെയിൽ ഇറ്റ്. മേ ബി വി നീഡ് ടു ഗിവ് എക്സ്ട്രാ ഡയമെൻഷൻ ടു ഇറ്റ്, നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ പിക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ഫേസ്ബുക്ക് ടീമിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ ഇമേജായിട്ട് ഫിറ്റ് ചെയ്തിട്ട് അല്ല കിടക്കുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ട് ഈ ഇമേജിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമേജിൻ്റെ സൈസ് മാറ്റണം. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് സൈസ്. ഓക്കെ, സോ ഞാനിവിടെ ഒരു വാല്യൂ കൊടുക്കാൻ പോവാണ്. ദാറ്റ് 100%. ഓക്കെ, സോ ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ വിഡ്ത്താണ്. സോ ഞാനത് സെക്കൻഡ് വൺ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. സോ ഇപ്പം നമ്മുടെ ഇമേജ് ഈ ഒരു ഡിവിൽ ഫേസ്ബുക്ക് ഡിവിൽ ഫിറ്റായിട്ട് നിൽക്കുകയാണ്. അതായത് ഈ ഫേസ്ബുക്ക് ഡിവിൻ്റെ കംപ്ലീറ്റ് സ്പേസ് യൂസ് ചെയ്തിട്ട് ഇത് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇങ്ങനൊരു കേസാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സൈസ് അതിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് നോക്കാം ഇത് നമ്മളൊരു 50% കൊടുക്കുകയാണെങ്കിലുള്ള ചേഞ്ച്. സോ നിങ്ങൾക്ക് കാണാം ഇത് ഇപ്പോൾ ഇവിടെ 4 ഡിവിഷനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അത് റിപ്പീറ്റേഷൻ വന്നു ഇവിടെ. ഇഫ് യു ഡോണ്ട് വാണ്ട് ദ റിപ്പീറ്റേഷൻ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് അതിന് നോ റിപ്പീറ്റ് കൊടുക്കണം. സോ ഞാനിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുവാണ്. ഓക്കെ, നോ റിപ്പീറ്റ്. സോ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ സിംഗിൾ പിക്കാണ് വന്നിട്ടുള്ളത്, ബട്ട് റിപ്പീറ്റേഷൻ ഇല്ല. അവിടെ 4 പിക്ക് ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ റിപ്പീറ്റേഷൻ ഇല്ലാതെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിതൊക്കെ തിരിച്ച് 100% കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പ്രോപ്പർട്ടി നോക്കാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ തന്നെ വേറൊരു പ്രോപ്പർട്ടി നോക്കാം. ദാറ്റ് ഈസ് ബാക്ക്ഗ്രൗണ്ട് ഒറിജിൻ. ഈ ബാക്ക്ഗ്രൗണ്ട് ഒറിജിനിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുള്ളത് കാണാം. ഞാനതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് എടുക്കുന്നത്, ബോർഡർ ബോക്സ്. സോ നമുക്ക് പ്രത്യേകിച്ചൊരു ചേഞ്ചൊന്നും നമ്മുടെ ഇമേജിൽ കാണാൻ പറ്റുന്നില്ല. സോ ദിസ് ഇസ് ദ ഡിഫോൾട്ട് വൺ. ഇത് ഒറിജിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ ഡിവിഷൻ്റെ ഒറിജിൻ ഈ ബോർഡർ ബോക്സിൻ്റെ ഈ കണ്ടൻറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ദാറ്റ്സ് വാട്ട് മീൻ ബൈ ബോർഡർ ബോക്സ്. ഈ ബോർഡർ ബോക്സ് ആയിരിക്കും ഇതിൻ്റെ ഒറിജിൻ. അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ ഇമേജ് പ്രീവിയസ് ആയിട്ട് ഉണ്ടായിരുന്നത്. സോ ദിസ് ഇസ് ദ ഡിഫോൾട്ട് വൺ. ഞാനിനി ഇതിന് കണ്ടൻറ്റ് ബോക്സ് കൊടുക്കുകയാണ്. സോ നിങ്ങൾക്ക് കാണാം ഈ കണ്ടൻറ്റ് നമ്മുടെ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ, ആ ഒരു ലൊക്കേഷനിൽ നിന്നാണ് ഈ ഇമേജിൻ്റെ ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ ഇമേജ് വിൽ സ്റ്റാർട്ട് ഫ്രം ദ പാരഗ്രാഫ്. Okay, is that clear? So all the dimension of the images are related to the dimension of the content box. So ഇനി നമുക്ക് മൈക്രോസോഫ്റ്റ് ഡിവിലോട്ടേക്ക് പോവാം. സോ ഞാൻ ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യുകയാണ്. URL ഇമേജസിൽ ഞാൻ സെക്കൻഡ് ഇമേജ് ചൂസ് ചെയ്യുന്നു. റിഫ്രഷിങ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ഇമേജ്, ആ ഇമേജ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഡിവിൽ വന്നിട്ടുണ്ട്. യു ക്യാൻ സീ ഹിയർ. സോ ഞാൻ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സൈസ് കൊടുക്കാൻ പോവാണ്. സെയിം ആസ് ബിഫോർ 100% തന്നെ ഹൈറ്റും വിട്ടും കൊടുക്കുന്നു.
ഓക്കെ, നമ്മുടെ മൈക്രോസോഫ്റ്റ് ഡിവിൽ അതിൻ്റെ മൊത്തം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഫിറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇമേജ് നിൽക്കുന്നത്. നമ്മൾ ഫേസ്ബുക്ക് ഡിവിന് കൊടുത്ത ആ സെയിം സൈസാണ് ഞാനിപ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റിനും കൊടുത്തേക്കുന്നത്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് പ്രോപ്പർട്ടി നോ റിപ്പീറ്റ് കൊടുക്കാം. ആൻഡ് സിമിലർലി ബാക്ക്ഗ്രൗണ്ട് ഒറിജിൻ നമുക്ക് ബോർഡർ ബോക്സ് കൊടുക്കാം, ഡിഫോൾട്ട് വൺ. നൗ ട്രൈ സംതിങ് ന്യൂ. നമുക്കിനി ഈ ഒരു ഇമേജിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. സോ ഹൗ ടു സെറ്റ് പൊസിഷൻ? സോ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ. സോ നിങ്ങൾക്ക് ഇവിടെ സെവറൽ ചോയ്സസ് കാണാം, ബോട്ടം, സെൻറ്റർ, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്. ആസ് എ നെയിം ഇൻഡിക്കേറ്റ് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും ഹൗ ഇറ്റ് വിൽ അപ്പിയർ. സോ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ചോയ്സ് ചൂസ് ചെയ്ത് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പൊസിഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഇൻ CSS.